ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് ടൈമിംഗ് ഒട്ടും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഒന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്നാണ്. പ്രൈമറി ആണെങ്കിൽ ഞാൻ അവർക്ക് പറയുന്നത് നിങ്ങളത് പാർട്ട്ണറുമായിട്ട് സംസാരിക്കുക. കാരണം ഇത് അവൻ്റെ ജനിതകമായിട്ട് അവൻ്റെ ന്യൂറോ ട്രാൻസ്ഫറിൻ്റെ പ്രശ്നം കാരണമാണ്. നമ്മൾ എന്ത് മരുന്ന് കൊടുത്താലും ഒരു പരിധി ഉണ്ട്. അതായത് ഒരു 30 സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു 1 മിനിറ്റിൽ പോകുന്ന ഒരാൾക്ക് ചിലപ്പോൾ നമുക്കൊരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് 4 മിനിറ്റ്സ് വരെ കൊടുക്കാൻ പറ്റും. അതിൽ കൂടുതൽ നമുക്ക് ഒരിക്കലും മരുന്നിൽ നിന്ന് നമുക്ക് അതിലൊരു വ്യത്യാസം ഉണ്ടാവണം എന്ന് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് അവർക്ക് പറയുന്നത്, നിങ്ങൾ പാർട്ട്ണറുമായിട്ട് ഇത് സംസാരിക്കുക. പാർട്ട്ണറുമായിട്ട് സംസാരിച്ച് ഞാൻ ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഒരു ഫീമെയിലിന് എപ്പോഴും ഒരു സെക്ഷൽ പ്ലഷർ എനിക്ക് തോന്നുന്നു ഒരു ഇന്റർകോഴ്സിനെക്കാട്ടി കൂടുതൽ നമുക്ക് വേറെ പല രീതിയിലും കൊടുക്കാൻ സാധിക്കും. അത് ചിലപ്പോൾ ഒരു ഫിംഗറിങ്ങിലൂടെ ആവാം, ചിലപ്പോൾ ഓറൽ സെക്സിലൂടെ ആവാം, ചിലപ്പോൾ ഒരു വേറെ ഒരു ഇന്റിമേറ്റ് ഫോർപ്ലേയിലൂടെ ആവാം. അതായിരിക്കാം ആ പെൺകുട്ടിക്ക് ഒരു ഓർഗാസം പോലെയാണ്. ഒരു സെക്ഷൽ ഇന്റർകോഴ്സിൽ നിന്ന് ഓർഗാസം കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഓർഗാസം കിട്ടാനാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം സാധ്യത കൂടുതൽ. അവർക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഓർഗാസം കൊടുക്കുകയാണെങ്കിൽ പിന്നീട് അവന് ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ നിന്ന് പറഞ്ഞാൽ അവിടെ വിഷയമാവുന്നില്ല. അല്ലാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോഴാണ് ഈ പെൺകുട്ടിക്ക് കുറേ ടെൻഷനും കാര്യങ്ങളും വിഷമവും. സെക്കൻഡറി ആണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? വണ്ണം ഉണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കുക, സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ സ്മോക്കിംഗ് നിർത്തുക, ആൽക്കഹോൾ അമിതമായിട്ട് മദ്യപിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ഈ നേരത്തെ പറഞ്ഞ സർക്കംസിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അത് പയ്യെ തന്നെ ശരിയായിക്കോളും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, പാർട്ട്ണറിൻ്റെ അടുത്ത് ഈ കാര്യം പറയും. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ സ്ട്രെസ് എന്ന് പറഞ്ഞ ഫാക്ടർ മാറി. അവൾ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്തയാണല്ലോ ഈ സ്ട്രെസ് മൊത്തം തരുന്നത്. ആ ഒരു ഫാക്ടറിനെ എടുത്ത് കളയുക. അവൻ്റെ ടെൻഷനൊക്കെ അവിടെ തന്നെ 50% കഴിയും. വിൽ ബി ഏബിൾ ടു പെർഫോം മച്ച് ബെറ്റർ. പിന്നെ തീർച്ചയായിട്ടും മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഈ 1 മിനിറ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും 3 മിനിറ്റ്സും 4 മിനിറ്റ്സും 5 മിനിറ്റ്സും ഒക്കെ ആക്കാൻ സാധിക്കും. ഒരു പ്രോപ്പർ സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണറെ തന്നെ കാണുക, ചികിത്സിക്കുക. തീർച്ചയായിട്ടും ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാവും.